ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇത് ഐബുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയുടെ വ്ളോഗാട്ടോ. ഇപ്പോൾ ഇത് നോമ്പ് ഫസ്റ്റിൻ്റെ അന്നിരുന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും ആജിയും അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നേക്ക് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കേക്ക് മുറിയൊക്കെ ആക്കിയിട്ട് അത്യാവശ്യം പരിപാടി നടത്താനുള്ള പ്ലാനാണ്. പിന്നെ നാളെ ഇന്ത്യൻ ആജിയുടെ ഒക്കെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പരിപാടി കേക്കൊക്കെ വെച്ചിട്ട് അവിടെ അതുപോലെ ഡെക്കറേഷനും ചെയ്ത് ചെറുതായിട്ടൊരു പരിപാടി നടത്താനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതാണ് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഉമ്മയും നാജിയൊക്കെ വരുമ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടോയ്സൊക്കെ ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുന്ന കേട്ടോ. ബോൾസൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് ടോയ്സൊക്കെ അതിൽ ഇറക്കി വെച്ചിട്ട് കളിക്കുകയും ചെയ്യാം. മൂപ്പരാൾ അത് കണ്ടതിൻ്റെ പൊലിവിലായിട്ട് നല്ല രസമുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒതുക്കി സൈഡിൽ വെച്ചിട്ട് ടോയ്സൊക്കെ വെച്ചിട്ട് ഇരുന്ന് കളിക്കാൻ പറ്റിയ പ്ലാനുണ്ട്. അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഐബുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കണം. അപ്പോൾ അതിൻ്റെ പൊലിവിലാണ് മൂപ്പരാൾ. അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് മറ്റാൾ കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നാജി റീമയും കൂടിയിട്ട് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോൾ ബലൂൺസൊക്കെ ഊതലും അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് അവർ. അപ്പോൾ ഈ സമയത്താണെന്ന് കറൻറ്റും ഇല്ല. അപ്പോൾ അവരത് ചൂടെടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞു. കാരണം നമുക്ക് നോമ്പായതുകൊണ്ട് നമ്മൾ നോമ്പറന്നിട്ട് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് മുറിക്കാനുള്ള പ്ലാനാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടല്ലോ. ഇവിടുന്ന് ഏകദേശം 1 അവറോളം നമുക്ക് റൈഡ് ഉണ്ട്. അപ്പോൾ കണ്ട കുറേ ബലൂണൊക്കെ അവിടെ വീർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. Happy birthday to you. ഇതിലെന്നെ രസമുള്ളൂ, വീഡിയോ തന്നെ രസമുണ്ട്. ഇളകണാണ് ഫോട്ടോ എടുക്കട്ടോ. ഉമ്മച്ചിക്ക് കൊടുക്കണ്ട് പറയാണ്ട് ഗുഡ് ബൈ. ഞാൻ അതൂന് അല്ല റീമ
പറയാതെ കൊടുക്കണ്ടാ നല്ല ഇഷ്ടാണ് ഞാൻ ചൂടാ പക്ഷെ കേക്ക് നോക്കി ചിച്ചി ചിച്ചി റീമ നോക്കി ഹായ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആ താങ്ക് യു ഞാൻ ഒരു സംശയമില്ല ആ കേക്ക് എടുത്തോ അമ്മ കേക്ക് എടുത്തോ ആ കേക്ക് എടുത്തോ അമ്മ അവിടുന്ന് എന്ത് സന്തോഷത്തിലെ മേടിക്കണതൊക്കെ അമ്മ ആ കേക്ക് അവിടുന്ന് കൊണ്ടുവച്ചോ കേക്ക് മാറ്റി ഇല്ല പോയിക്കോ 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 അവക്ക് കിട്ടി ഒക്കെ പോന്നു ഒരു മാസം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത് പപ്പാടെ ഗിഫ്റ്റ് അവനിരുന്ന് പോവാലോ ഇതില് നല്ല സന്തോഷം ഗിഫ്റ്റ് കിട്ടിയെന്നാ എന്റെ ഭർത്താവിന് സംശയമില്ല അയ്യോ അയ്യോ ട്രെയിൻ ചേറ അതാ ഹായ് താങ്ക് യു പറഞ്ഞേ താങ്ക് യു പറയ് ഈ അച്ചു കാക്ക താങ്ക് യു ആര് ഇതൊക്കെ കണ്ടപ്പോ ഒലിവിലാണ് മൂപ്പരാള് അത് ഫിറ്റ് ചെയ്യേണ്ടി വരും ഇതിപ്പോ 3-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോയിട്ടാ. അപ്പോൾ ഇതാ കേക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ചെറിയ കേക്ക് മതി പറഞ്ഞു. കാരണം ഇവിടെ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഇന്നലെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട പറയും. ഇന്നലെ നൈബ് ഫുള്ള് ഡെക്കറേഷൻസ് എല്ലാം ബാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇന്നലെ ഫോട്ടോസ് അധികം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കുക, ജസ്റ്റ് ആ ചെറിയ കേക്ക് മുറിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളോട് മേടിച്ച ചെറിയ കേക്ക്. പിന്നെ അതുപോലെ എൻ്റെ മാമിയുടെ മോള് നന്നായി കേക്ക് ഉണ്ടാക്കും. അപ്പോൾ അവൾ മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ട്. പാപ്പ അപ്പുറത്തേക്ക് കൊടുക്കാണ്. പാപ്പാനെ നന്നായി കിട്ടിയത്.
ഞാൻ അടുത്തടുത്ത് വേണം ബൈ അപ്പം ഇന്നലത്തെ പോലെ അല്ലാട്ട് മൂപ്പരാൾ ഇന്ന് മെയിൻ ഫോക്കസ് അവനക്ക് എങ്ങനെയും കേക്ക് അലമ്പാക്കണം എന്നുള്ള മാത്രം ഗിഫ്റ്റ് കൊടുക്കണേലും ഫോട്ടോ എടുക്കണേലും ഒന്നും വലിയ അലമ്പില്ല, വലിയ ശ്രദ്ധയില്ല. അപ്പോൾ ഫസ്റ്റത്തെ കേക്കൊക്കെ മുറിച്ച് അലമ്പാക്കി എടുത്തേച്ചി. അപ്പോൾ എടുത്തേച്ചിനുള്ള പ്രാന്തില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ നിൽക്കില്ല, അലമ്പേശായിട്ട്. മൂന്നാമത്തെ ആള് പ്രശ്നം. ആയി 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 അപ്പുകാക്ക് മറ്റേ ഓൾഡ് മണി ടീഷർട്ട്, ഓൾഡ് മണി ടീഷർട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് പോയി കൊള്ളാത്ത പേരാ. അപ്പം ഇന്നലത്തെ പോലെ അല്ലാട്ട് ഇന്നത്തെ മൂഡ് മൂപ്പരാൾ. ഇന്ന് കേക്ക് എങ്ങനെയും അലമ്പാക്കണമെന്ന് മാത്രമായിരുന്നു. എടുത്തേച്ചതിൻ്റെ ഒരു മൂഡ് ഓഫിൽ മൂപ്പരാൾ. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും ശരിക്കും നിന്നില്ല, കൊടുക്കാനുള്ള ഭ്രാന്തിലായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ ടാറ്റ.